ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത പാർട്ടിക്കിൾ ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് മാസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് മാസ് ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള സബ് അറ്റോമിക് പാർട്ടിക്കിളാണ്. അപ്പോൾ ഓവറോൾ ഈ ഒരു ആർട്ടിക്കിൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ളതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആർട്ടിക്കിൾ ആണ്. നമ്മൾ ഇതിന്റെ ബ്രീഫ് ഓവർവ്യൂ ആണ് നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ 20th സെഞ്ചുറി മുതൽ തന്നെ ഈ ഒരു ഫിസിക്സ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ പ്രോട്ടോണിനൊക്കെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞുള്ളതാണ്. ഇതിനെയാണ് പാർട്ടിക്കിൾ സൂ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. കാരണം ഇത്തരത്തിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഒന്നോ രണ്ടോ അല്ല, ഒരുപാട് എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഡ്യുവൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇത് മാറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കും, അതുപോലെ തന്നെ വേവിന്റെ തരംഗങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിന്റെ തന്നെ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറയുന്ന ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഇതിൽ നിന്നാണ് നമ്മൾ പിന്നീടുള്ള ആറ്റങ്ങളും അതിൽ നിന്നാണ് നമ്മൾ കാണുന്ന മൂലകങ്ങളും ഈ ഒരു മനുഷ്യജീവനും എല്ലാം ഉണ്ടായിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുന്നതല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഒരു പാർട്ടിക്കിൾസിനെ വ്യത്യസ്തമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അതിനെ കുറെ കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ രണ്ടായിട്ടാണ് കാറ്റഗറി ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫെർമിയോൺസ് ആണ്, രണ്ടാമത്തത് ബോസോൺ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കാറ്റഗറി, ഫെർമിയോൺസും ബോസോൺസും. ഫെർമിയോൺസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മാറ്റർ ഉണ്ട്, അല്ലെങ്കിൽ മാറ്ററിന് കാരണമായിട്ടുള്ളതാണ് ഫെർമിയോൺസ്. ഉദാഹരണത്തിന് ഇലക്ട്രോണും പ്രോട്ടോൺസും ഒക്കെ ഫെർമിയോൺസ് എന്നാണ് വിളിക്കുക. അതേസമയത്ത് ഈ ഒരു മാറ്ററിനിടയിലുള്ള ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബോസോൺസ് എന്ന് വിളിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് പ്രകാശത്തിന്റെ പാക്കറ്റുകൾ എന്ന് വിളിക്കുന്നത് ഫോട്ടോൺ, അതൊരു ബോസോൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതില് ഫെർമിയോൺസിന് നമ്മൾ പറഞ്ഞു മാസ് ഉള്ളവയാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മാസിന്റെ കൺസ്റ്റിറ്റ്യുവൻസ് ആണെന്ന് പറഞ്ഞു. ഇതിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിറാക് ഫെർമിയോൺസ്. ഇതെന്ന് വെച്ചാൽ ഇതിന് ചില സമയത്ത് മാസ് ഉണ്ടാവും, ചില സമയത്ത് മാസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാസ് ഉണ്ടാവും, മാസ് ഉണ്ടാവില്ല. അത് മറ്റ് ആന്റി പാർട്ടിക്കിൾസിനൊക്കെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളതാണ് ഡിറാക് ഫെർമിയോൺസ് എന്ന് വിളിക്കുന്നത്. മറ്റൊന്നാണ് മെജോറാന ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ഇവ ആന്റി പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മെജോറാന ഫെർമിയോൺസ് വഴിയാണെന്നാണ് കരുതുന്നതായിട്ടുള്ളത്. ഉദാഹരണത്തിന് ന്യൂട്രിനോസ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിലേക്ക് പെട്ടതാണ് എന്നുള്ളതാണ് കരുതപ്പെടുന്നത് മെജോറോണ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാർട്ടിക്കിൾ സൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ഉള്ള പാർട്ടിക്കിൾസിന്റെ ഒരു ഗ്രൂപ്പ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ഒരുപാട് ഗ്യാപ്സും അനോമലീസും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് അതിന്റെ സ്വഭാവം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വ്യത്യസ്ത സാഹചര്യങ്ങൾ അത് വ്യത്യസ്ത സ്വഭാവമൊക്കെ കാണിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഒക്കെ വളരെ കുറവാണ്, കാരണം മാസ് വളരെ കുറവാണ്, വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആണ് എന്ന് ഓർത്തുക. ചില പാർട്ടിക്കിൾ ഹിഗ്സ് ബോസോൺ, ന്യൂട്രിനോസ് ഒക്കെ അവ നമ്മൾ തിയററ്റിക്കലി പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെന്ന് ഓർത്തു വെക്കുന്നതിന്. അതേപോലെ തന്നെ ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാറ്ററിനെ പോലെ തന്നെ പ്രപഞ്ചത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷെ ഇതിനെ ഇതുവരെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിസർച്ചുകൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഡാർക്ക് മാറ്ററിന്റെ കൺസ്റ്റിറ്റ്യുവൻസ് ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ആണെന്നാണ് നമ്മൾ കരുതി പോകുന്നതായിട്ടുള്ളത്. ഓർത്തു വെക്കേണ്ട കാര്യം, നമുക്ക് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റും ഇൻകൺസിസ്റ്റന്റ് ആണ്. കാരണം പുതിയ പുതിയ സ്റ്റഡീസ് വരുമ്പോൾ ഇതിലൊക്കെ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഫിസിക്സ് ഇത്തരത്തിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയും അവയുടെ ഇന്ററാക്ഷൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. റീസെന്റ് സെമി ഡിറാക് ഫെർമിയോൺ കാറ്റഗറിയിലുള്ള ഒരു പാർട്ടിക്കിളിനെ സയന്റിസ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്തു. ഇതാണ് വാർത്ത. സെമി ഡിറാക് കാറ്റഗറിയുടെ മാസ് ഉണ്ടാവും, മാസ് ഉണ്ടാവില്ല, ചില സമയത്ത് മാസ് ഉണ്ടാവും, ചില സമയത്ത് മാസ് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു പാർട്ടിക്കിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു ഡയറക്ഷനിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഇത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിന് മാസ് കാണും, പക്ഷെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് മാസ് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വളരെ യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇത്തരത്തിലുള്ള പാർട്ടിക്കിൾസിനെ ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നതായിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ യുണീക്ക് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണെന്ന് ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പൊ ഈ ഒരു സെമി ഡിറാക് ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മാസ് ഉണ്ടാവും, ചില സമയത്ത് മാസില്ല. ഇത് ഒരു ക്വാസി പാർട്ടിക്കിൾ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ക്വാസി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയുടെ പാക്കറ്റ്സ് അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അതൊരു സിംഗിൾ പാർട്ടിക്കിൾ ആയിട്ട് ആക്ട് ചെയ്യും. കുറെ പാർട്ടിക്കിൾസിന്റെ ഒരു കൂട്ടായിരിക്കും, പക്ഷെ ഇതൊരു സിംഗിൾ പാർട്ടിക്കിളിന്റെ പോലെ ആക്ട് ചെയ്യും. അതാണ് ഈ ഒരു ക്വാസി പാർട്ടിക്കിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നും കൂടെ ഓർത്തോ. ഉദാഹരണത്തിന് ക്വാർക്കുകൾ,
ഗ്ലൂവോൺസ് ഇവയെല്ലാം പ്രോട്ടോൺസ് ക്വാസി പാർട്ടിക്കിൾസ് ആണ് ക്വാക്സും ഗ്ലൂവോൺസും. ഇത് വെച്ചിട്ടാണ് പ്രോട്ടോൺ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഓർത്തുക. സിർക്കോണിയം സിലിക്കോൺ സൾഫൈഡ് പോലുള്ള മെറ്റീരിയൽസ് അല്ലെ നമുക്ക് സെമി ഡിറാക് ഫെർമിയോൺസിനെ കാണാൻ പറ്റും. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പൊ എന്താണ് ഈ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഫെർമിയോൺസ് ബോസോൺസ് ഒക്കെ എന്താണെന്നുള്ള വാക്കുകൾ ഒന്ന് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, യുഎസും ജപ്പാനും രണ്ടുപേരുടെയും മൂൺ ലാൻഡേഴ്സിനെ ഒരു സിംഗിൾ റോക്കറ്റിൽ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ യുപിഎസ്സി തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.